ആക്ച്വലി സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മേജർ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസി ഇല്ല എന്നുള്ളതാണ്. 4 ചാപ്റ്റേഴ്സ് ആദ്യമായിട്ട് വായിക്കുന്ന ഒരാൾക്ക് ലക്ഷ്മികാന്ത് എന്ന് വായിച്ച് തീർക്കുക എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ് എന്ന് പറയാൻ പറ്റും. വായിച്ച് തീർക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ എന്തെങ്കിലും മനസ്സിലാക്കുക എന്നുള്ളത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. ആക്ച്വലി ഇത് നിങ്ങളുടെ ഇഷ്യൂ അല്ല, നിങ്ങൾ ഉപയോഗിക്കുന്ന മെത്തേഡിന്റെ പ്രശ്നമാണ് എന്ന് ഓർത്തു വെക്കുക. നമ്മൾ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് സ്റ്റഡി ആണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് വയ്ക്കും എന്നുള്ളതാണ്. വാട്ട് ഈസ് ദ ബിഗ്ഗസ്റ്റ് ചാലഞ്ച് ഇൻ UPSC സിവിൽ സർവീസ് എക്സാം പ്രിപ്പറേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ഉത്തരങ്ങൾ കടന്നു വരുന്നുണ്ടെങ്കിൽ പോലും അതിലെ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഏറ്റവും റൂട്ട് ആയിട്ടുള്ള കോസ് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഒരു സിവിൽ സർവീസ് ആസ്പിരന്റിന്റെ തുടക്ക ദിവസങ്ങളെ നമ്മളൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത ആളായിക്കോട്ടെ അല്ലെങ്കിൽ പുതിയതായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഒരാളായിക്കോട്ടെ, നിങ്ങളുടെ ആദ്യത്തെ ദിവസങ്ങൾ എങ്ങനെയായിരിക്കും? നിങ്ങൾ ആദ്യം ഒന്ന് പ്ലാൻ ചെയ്യും അല്ലേ? അപ്പോൾ നന്നായിട്ടൊന്ന് പ്ലാൻ ചെയ്ത് ഇന്ന ദിവസം ഇന്നത് പഠിക്കണം, ഇന്ന ദിവസം ഇന്നത് പഠിക്കണം, ഈ ആഴ്ച കൊണ്ട് ഇത്ര തീർക്കണം എന്നൊക്കെ വിചാരിച്ച് പ്ലാൻ ചെയ്യും. എന്നിട്ട് ഡേ 1 മുതൽ പഠിക്കാൻ വേണ്ടി തുടങ്ങും. ഡേ 1 അത്യാവശ്യം പഠിക്കാൻ വേണ്ടി ശ്രമിക്കും, ഡേ 2 പഠിക്കാൻ വേണ്ടി ശ്രമിക്കും, ഡേ 3 പഠിക്കാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ ഒരു കുറച്ച് ദിവസങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ ദിവസവും പഠിക്കുന്നത് മെല്ലെ മെല്ലെ കുറഞ്ഞു വരാൻ വേണ്ടി തുടങ്ങും, പ്രാക്ടീസ് ചെയ്യുന്നത് കുറയാൻ വേണ്ടി തുടങ്ങും, റിവിഷൻ ചെയ്യുന്നത് കുറയാൻ വേണ്ടി തുടങ്ങും. അൾട്ടിമേറ്റ്ലി ഒരു 10-12 ദിവസങ്ങളോ അല്ലെങ്കിൽ ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് മെല്ലെ മെല്ലെ പ്രിപ്പറേഷൻ ഒരു സ്റ്റോപ്പ് പോയിന്റിലേക്ക് പോകും അല്ലെങ്കിൽ ഒരു എൻഡിലേക്ക് എത്തും. അപ്പോൾ ആക്ച്വലി സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മേജർ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസി ഇല്ല എന്നുള്ളതാണ്. അതായത് സിവിൽ സർവീസ് എക്സാമിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതും എന്നാൽ എല്ലാ ആൾക്കാരും നേരിടുന്നതുമായിട്ടുള്ള ചാലഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി എന്താണ്, അതെങ്ങനെയാണ് കൊണ്ടുവരേണ്ടത്, ആ ഒരു പ്രോബ്ലത്തെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കൺസിസ്റ്റൻസി എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ്. അതായത് സ്റ്റഡി റെഗുലർലി എന്നത് മാത്രമാണ് നമ്മൾ കൺസിസ്റ്റൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ എത്ര പഠിക്കുന്നു എന്നുള്ളത് നമുക്ക് ഓരോ ദിവസത്തിനനുസരിച്ചും വാരി ചെയ്യാം. ഇന്ന് ചിലപ്പോൾ 3 മണിക്കൂർ പഠിച്ചിട്ടുണ്ടാവാം, നാളെ ചിലപ്പോൾ 6 മണിക്കൂർ പഠിച്ചിട്ടുണ്ടാവും, മറ്റന്നാൾ ചിലപ്പോൾ 8 മണിക്കൂർ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ അറ്റ്മോസ്റ്റ് അല്ലെങ്കിൽ ഏകദേശം ഓൾമോസ്റ്റ് ഒരേ അവേഴ്സ് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ പഠിക്കുന്ന അവേഴ്സിനെ ഒരേ റേഞ്ചിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് കൺസിസ്റ്റൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം, ആ പഠിക്കുന്നത് ഇഫക്റ്റീവ്ലി ആയിരിക്കണം, അത് എല്ലാ ദിവസവും മുടങ്ങാതെ നമ്മളുടെ പഠനം നടക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ എന്താണോ തുടക്കത്തിൽ പ്ലാൻ ചെയ്യുന്നത് ആ പ്ലാൻ ചെയ്യുന്നതിനെ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് സിവിൽ സർവീസ് എക്സാം പ്രിപ്പറേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഈ ഒരു എക്സാമിനെ ഏറ്റവും ചാലഞ്ചിങ് ആക്കി മാറ്റുന്നതും ഏറ്റവും ബുദ്ധിമുട്ടുള്ളതാക്കി മാറ്റുന്നതും ഇതിൻ്റെ സിലബസോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല. ഈ ഒരു സിലബസ് പ്രകാരമുള്ള കണ്ടന്റ് എല്ലാ ദിവസവും പഠിക്കുക, റിവിഷൻ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഒരു 3 പ്രോസസ്സിലൂടെ കടന്നു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു ചാലഞ്ച് തന്നെയാണ് എന്നുള്ളത് ഓർത്തു വെക്കുക. അപ്പോൾ നമ്മൾ ആക്ച്വലി നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു ചാലഞ്ചിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിൻ്റെ റൂട്ട് കോസ് എന്ന് വെച്ചാൽ. അപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഡേ 1 ഞാൻ ലക്ഷ്മികാന്തിൻ്റെ ആദ്യത്തെ 4 ചാപ്റ്റേഴ്സ് പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഓക്കെ, അപ്പോൾ 4 ചാപ്റ്റേഴ്സ് ലക്ഷ്മികാന്തിൻ്റെ 4 ചാപ്റ്റേഴ്സ് ആണ് ഞാൻ ഇന്ന് പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ആ ഭാഗം ഞാൻ റിവിഷൻ ചെയ്യണം. അതുപോലെ തന്നെ ലക്ഷ്മികാന്തിൻ്റെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ്, ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ തന്നെ ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ഉണ്ട്. സോ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാനും ഞാൻ തീരുമാനിച്ചു ഈ 4 ചാപ്റ്റേഴ്സിലെ. അപ്പോൾ ആദ്യത്തെ ചാലഞ്ച് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺറിയലിസ്റ്റിക് ടാർഗറ്റ് എന്നുള്ള ഒരു പ്രശ്നമാണ്. അതായത് നമ്മൾ ആദ്യമായിട്ടായിരിക്കാം ചിലപ്പോൾ ലക്ഷ്മികാന്തിൻ്റെ ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ പോകുന്നത്, നമുക്ക് ഈ പൊളിറ്റിനെ കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല. എന്നാലും നമ്മൾ 4 ചാപ്റ്റേഴ്സ് ലക്ഷ്മികാന്തിൻ്റെത് ഇന്ന് വായിക്കാമെന്ന് തീരുമാനിച്ചു. 4 ചാപ്റ്റേഴ്സ് ആദ്യമായിട്ട് വായിക്കുന്ന ഒരാൾക്ക് ലക്ഷ്മികാന്ത് എന്ന് വായിച്ച് തീർക്കുക എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ് എന്ന് പറയാൻ പറ്റും. വായിച്ച് തീർക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ എന്തെങ്കിലും മനസ്സിലാക്കുക എന്നുള്ളത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. സോ നമ്മൾ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ടാർഗറ്റ് വെക്കുകയും അത് നമുക്ക് പൂർത്തിയാക്കാൻ പറ്റാതിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഒരു ചെറിയ ഡിപ്പ് അല്ലെങ്കിൽ ഒരു ഡിപ്രസ് മൂഡിലേക്ക് പോകും. ഞാൻ വിചാരിച്ച പോലെ ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല, അപ്പോൾ എൻ്റെ പ്ലാൻ ഫോളിംഗ് ആണ് എന്നുള്ളൊരു ചിന്തയിലേക്ക് വരും. ഇത് ചിലപ്പോൾ 1ാമത്തെ ദിവസം വരാം, ചില സമയത്ത് 2ാം ദിവസം വരാം, ചില ദിവസം 3ാം ദിവസം വരാം,
അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുക ഞാൻ വിചാരിച്ച പോലെ ഒന്നും എനിക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ആക്ച്വലി ഇത് നിങ്ങളുടെ ഇഷ്യൂ ആണ് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ചിന്തിക്കുക, അയ്യോ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. ആക്ച്വലി ഇത് നിങ്ങളുടെ ഇഷ്യൂ അല്ല, നിങ്ങൾ ഉപയോഗിക്കുന്ന മെത്തേഡിന്റെ പ്രശ്നമാണ് എന്ന് ഓർത്ത് വെക്കുക. ഒന്നാമത്തത്, ഇത് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ടാർഗറ്റ് ആണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ലക്ഷ്മികാന്തിന്റെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞത് വളരെ ക്രിസ്പ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണ്. അപ്പം നിങ്ങൾ ഒരു ഫണ്ടമെന്റൽസും ഇല്ലാതെ ഒരു ബേസിക്കും ഇല്ലാതെ ഫസ്റ്റ് തന്നെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് ലക്ഷ്മികാന്തിൽ പഠിക്കാൻ പോകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും കുറേ വർഷങ്ങളും കുറേ ചാർട്ടർ ആക്റ്റുകളും ഒക്കെ കാണുമ്പോൾ നിങ്ങൾ തല കറങ്ങിപ്പോവും. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റിയും ഇല്ലാതെയാണ്, നിങ്ങൾക്ക് എന്താണ് സബ്ജക്റ്റ് എന്ന് പോലും അറിയാതെയാണ്, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് പോലും അറിയാതെയാണ് നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. സോ ഈ ഒരു മിസ്റ്റേക്സ് നിങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തുടക്കത്തിലെ ആദ്യത്തെ ദിവസം തന്നെ ഉണ്ടാകുന്ന ആ ഒരു കല്ലുകടിയെ ഒഴിവാക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് സ്റ്റഡി ആണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് വയ്ക്കും എന്നുള്ളതാണ്. അതായത് പഠിക്കുക എന്നുള്ളതാണ് സിവിൽ സർവീസ് എക്സാം പ്രിപ്പറേഷൻ എന്നുള്ള ഒരു കാഴ്ചപ്പാട് ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ പ്രിപ്പറേഷൻ സ്റ്റഡി എന്ന് പറയുമ്പോൾ എന്താ പ്രശ്നം വരിക? നിങ്ങൾ പഠിക്കും, ഇന്ന് 4 ചാപ്റ്റേഴ്സ് പഠിക്കും, നാളെ 4 ചാപ്റ്റേഴ്സ് പഠിക്കും, എന്ത് ചെയ്യില്ല? റിവിഷനും ചെയ്യില്ല, പ്രാക്ടീസും ചെയ്യില്ല. അൾട്ടിമേറ്റ്ലി എന്താ സംഭവിക്കുക? 5 10 ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാവുക, ഒന്നാമത്തെ ദിവസം പഠിച്ച ഒരു സംഭവം ഓർമ്മയില്ല. എന്നാൽ കുറച്ച് ചോദ്യങ്ങൾ ചെയ്തു നോക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഒരു ചോദ്യവും നമുക്ക് കാര്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കും, അപ്പം ഞാൻ പഠിച്ച രീതി ശരിയല്ലേ, അല്ലെങ്കിൽ ഞാൻ പഠിച്ച മെത്തേഡ് കുഴപ്പമാണോ, അല്ലെങ്കിൽ ഞാൻ എടുത്ത ടെക്സ്റ്റ് ബുക്ക് കുഴപ്പമാണോ, അല്ലെങ്കിൽ ഇത് എനിക്ക് മനസ്സിലാവാത്താണോ? ചോദ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് തല കറങ്ങാൻ തുടങ്ങും. സ്വാഭാവികമായിട്ടും നമ്മൾ തോന്നും നമ്മളുടെ പ്രിപ്പറേഷനിൽ എന്തോ പ്രശ്നമുണ്ട്, ഈ പ്രിപ്പറേഷനിലുള്ള പ്രശ്നം കൊണ്ടാണ് എനിക്കിത് പഠിക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ എനിക്കിത് പറ്റൂല എന്നുള്ളൊരു ചിന്തയായിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോകും. നമ്മൾ ഇന്റർനെറ്റ് സോഴ്സസ് നോക്കും, ഹൗ ടു സ്റ്റഡി ലക്ഷ്മികാന്ത്, ഹൗ ടു കംപ്ലീറ്റ് ലക്ഷ്മികാന്ത് ഇൻ 10 days 30 days എന്നൊക്കെ നോക്കും. അതായത് അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ ഷോർട്ട് കട്ട് അടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ കൺസിസ്റ്റൻസിയെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. കാരണം ഇതൊന്നും സിവിൽ സർവീസ് പ്രിപ്പറേഷനിൽ വർക്കൗട്ട് ആവാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇതിലേത് നിങ്ങൾ ചെയ്താലും ആദ്യത്തെ 5 ദിവസം ചെയ്യും, 6 ദിവസം ചെയ്യും, അതിന് ശേഷം പോകും. അതായത് ഷോർട്ട് കട്ട് അടിക്കുക കഴിഞ്ഞാൽ ലക്ഷ്മികാന്തിന്റെ നിങ്ങൾ സമ്മറി നോട്ട് എടുത്തു 4 ചാപ്റ്റേഴ്സ് ഒരു ദിവസം പഠിക്കാൻ പറ്റാത്തപ്പോൾ അതിന്റെ സമ്മറി നോട്ട് എടുത്ത് വായിക്കാൻ തോന്നും. ലക്ഷ്മികാന്തേ വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല, പിന്നെ സമ്മറി നോട്ട്സ് മനസ്സിലാവുന്ന കാര്യം. സോ ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ബൈ ഹാർട്ട് അല്ലെങ്കിൽ ഓർത്ത് വെക്കുക എന്നുള്ള കാര്യങ്ങളൊന്നുമല്ല. സിവിൽ സർവീസ് എക്സാം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയുണ്ട്. ആ രീതിയിൽ പ്രിപ്പയർ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സിവിൽ സർവീസ് എക്സാമിൽ ഒരു കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുള്ളൂ. ആ രീതിയെക്കുറിച്ച് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾ ആകെ ചെയ്യേണ്ടത് 3 കാര്യങ്ങളാണ്. ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് നിങ്ങൾക്ക് വേണ്ടത്. അത് പ്രിലിംസും മെയിൻസും പേഴ്സണാലിറ്റി ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഇൻ്റഗ്രേറ്റഡ് സ്ട്രാറ്റജിയാണ്. അതിൽ നിങ്ങൾ ചെയ്യേണ്ട 3 കാര്യങ്ങളാണ്. സ്റ്റഡി എന്ന് പറയുക, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് റീഡിംഗ് ഉണ്ട്, അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്, മൂന്നാമത്തത് നോട്ട് മേക്കിംഗ് എന്ന് പറയുന്ന 3 കോമ്പോണന്റ് സ്റ്റഡിയിൽ ഇൻവോൾവ് ആണ്. ഈ പഠിച്ച കാര്യങ്ങളെല്ലാം റിവിഷൻ ചെയ്യണം എന്നുള്ളതാണ്. റിവിഷൻ ചെയ്യുന്ന റീഡിംഗ് അല്ല, റീവിസിറ്റിംഗ് ആണ്. നമുക്കെല്ലാം ഓർമ്മയുണ്ട് എന്ന് ഉറപ്പുവരുത്തലാണ് റിവിഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്താണ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. പ്രാക്ടീസ് എന്ന് പറയുന്ന ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള കോമ്പോണന്റ് ആണ്. പ്രാക്ടീസ് പ്രിലിംസിന്റെ പ്രാക്ടീസ് ചെയ്യണം, മെയിൻസിന്റെ പ്രാക്ടീസ് ചെയ്യണം, എസ്സേ ചെയ്യണം, ഓപ്ഷണൽ ചെയ്യണം, അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ടെസ്റ്റിനും പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ഡെയിലി സ്റ്റഡീസിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുകയാണ്, നിങ്ങളുടെ ഡെയിലി റൂട്ടീനിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ പഠിക്കുന്ന ക്വാണ്ടിറ്റി കുറവാണെങ്കിലും, ലക്ഷ്മികാന്തിൻ്റെ 1/2 ചാപ്റ്ററേ നിങ്ങൾ ഇന്ന് പഠിക്കുന്നുള്ളൂ എങ്കിലും, പക്ഷെ നിങ്ങൾ ഈ 3 കാര്യങ്ങളും ചെയ്തിട്ടാണ് പഠിച്ചു പോകുന്നതെങ്കിൽ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിരിക്കും, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കും. അതായത് നിങ്ങൾ നേരിടുന്ന അല്ലെങ്കിൽ സിവിൽ സർവീസ് ആസ്പിരൻസ് നേരിടുന്ന ഈ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ചാലഞ്ചിനെ നേരിടാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ നമുക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള ടാർഗറ്റുകൾ വെക്കുക, വെക്കുക. അതുപോലെ തന്നെ സിവിൽ സർവീസ് എക്സാമിന് എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്യേണ്ടത് ആ രീതിയിൽ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ആകെ ചെയ്യേണ്ട കാര്യം. റിയലിസ്റ്റിക് ആയിട്ടുള്ള ടാർഗറ്റ് വെച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ട രീതിയിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഡീമോട്ടിവേറ്റഡ് ആയി പോയില്ല, നിങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളത്? അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ UPSC സിവിൽ സർവീസ് എക്സാമിൻ്റെ കുറേ റിയാലിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ കുറേ സത്യങ്ങളുണ്ട്. നമ്മൾ കുറേ വീഡിയോസിലായിട്ട് ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അതിലൊന്നാണ് UPSC സിലബസ് എന്ന് പറയുന്നത്. കുറച്ചുകൂടി വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ്, ചെറിയൊരു സിലബസ് അല്ല. നമുക്ക് കേരള PSC പരീക്ഷ പോലെ 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ 3 മാസം കൊണ്ടോ ഒന്നും പഠിച്ചു തീർക്കാൻ പറ്റുന്ന സിലബസ് അല്ല. നമുക്ക് അത്യാവശ്യം ഒരു 1 year അല്ലെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 10 month ടൈം എങ്കിലും നമുക്ക്
മൊത്തം സിലബസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തത്, ഈ ഒരു സിലബസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 10 മാസം വേണമെന്ന് പറഞ്ഞാൽ ആ ഡ്യൂറേഷനെ കുറിച്ചിട്ട് നമുക്കൊരു ഐഡിയ വേണം. അതായത് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ 6 മണിക്കൂറോ 7 മണിക്കൂറോ ആണ് എൻ്റെ ഒരു ദിവസത്തെ പ്രിപ്പറേഷൻ പ്ലാൻ ചെയ്തെങ്കിൽ അടുത്ത 10 മാസത്തേക്ക് ഞാൻ ഈ ഒരു സമയം ഇതിനു വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള ആ ഒരു ചിന്ത കൂടി നിങ്ങൾക്ക് വേണം. അതായത് ഇതൊരു ചെറിയ 10 ദിവസത്തേക്കോ 20 ദിവസത്തേക്കോ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ അല്ല, ഇതൊരു ലോങ് ആയിട്ടുള്ള ഒരു 10 മന്ത് അല്ലെങ്കിൽ ഏകദേശം 300 ഡേയ്സിലേക്കുള്ള ഒരു പ്രിപ്പറേഷൻ ആണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് വേണം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുക, പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുക. അതായത് പൊളിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ട സമയം വേണം. അതായത് ഓരോ സബ്ജക്റ്റ് പഠിക്കുന്നതിനും അതിൻ്റെതായിട്ടുള്ള സമയമെടുക്കും, മനസ്സിലാക്കാൻ സമയമെടുക്കും. സോ നമ്മൾ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഈ ഒരു 300 ദിവസത്തെ സമയമുണ്ട്, നിങ്ങളുടെ മുന്നിൽ ഒരു വാസ്റ്റ് സിലബസ് ആണുള്ളത്, നിങ്ങൾ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടാണ് പോകേണ്ടത്. ഈ 3 കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾ വെക്കുന്ന ടാർഗറ്റുകൾ റിയലിസ്റ്റിക് ടാർഗറ്റുകളായിരിക്കും. കാരണം മെല്ലെ മെല്ലെ പോയാലും പഠിച്ച് മനസ്സിലാക്കി റിവിഷൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അടുത്ത സ്റ്റെപ്പ് വെക്കുക എന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് പോകാൻ വേണ്ടി പറ്റും. സോ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്, നിങ്ങൾ ഡെയിലി ടാർഗറ്റുകൾ വെക്കുക തന്നെ വേണം. ഡെയിലി ടാർഗറ്റ്, നമുക്കൊരു ലക്ഷ്യമില്ലാതെ നമ്മൾ ഒരു ദിവസം തുടങ്ങുവാണെങ്കിൽ നമ്മൾ എവിടെ അവസാനിക്കും നമുക്കറിയാം. നമ്മളൊരു ഡെയിലി ടാർഗറ്റ് വെക്കണം. പക്ഷേ ഈ ഡെയിലി ടാർഗറ്റ് എപ്പോഴും റിയലിസ്റ്റിക് ആയിരിക്കണം. റിയലിസ്റ്റിക് ഇൻ ദ സെൻസ് നിങ്ങൾക്ക് ആ ഒരു ദിവസം ആവറേജ് എത്ര മണിക്കൂർ പഠിക്കാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് അലോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത് നോക്കുക. ഉദാഹരണത്തിന് ഒരു ഫുൾ ടൈം പഠിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു ദിവസത്തിൽ ഒരു 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ അലോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ പോസിബിൾ ആണ്. 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ പഠനത്തിന് വേണ്ടി അലോട്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ ഫുൾ ടൈം വായിക്കുക എന്നല്ല, പ്രോസസ്സ് ഉണ്ട്, പറഞ്ഞു തരാം. നമുക്ക് 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ അലോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു 6 മണിക്കൂർ മുതൽ 8 മണിക്കൂറിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട്? സ്റ്റഡി ചെയ്യാനുണ്ട്, റിവിഷൻ ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യാനുണ്ട്. സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുകൂടി പഠിക്കാനുണ്ട്? സ്റ്റാറ്റിക് പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ ഓപ്ഷണൽ പഠിക്കാനുണ്ട്. ഇത് 3ഉം റിവിഷൻ ചെയ്യാണ്ട്. പ്രാക്ടീസ് നമുക്ക് ഡെയിലി പ്രാക്ടീസ്, പ്രിലിംസ് ആണ് ബെറ്റർ. വീക്ക്ലി പ്രാക്ടീസ് ഓപ്ഷണൽ, അതുപോലെ തന്നെ മെയിൻസിൻ്റെതൊക്കെ വീക്ക്ലി പ്രാക്ടീസ് ചെയ്താൽ മതി. സോ ഡെയിലി പ്രിലിംസിൻ്റെ പ്രാക്ടീസും കൂടെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. കാരണം പ്രിലിംസ് വൺ ഓഫ് ദ ടഫസ്റ്റ് സ്റ്റേജ് ആണ്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സോ നമ്മൾ സ്റ്റഡി എന്ന് പറയുമ്പോൾ ഈ 3 കാര്യങ്ങളും പഠിക്കണം അല്ലേ. ഇപ്പോൾ സ്റ്റാറ്റിക് പഠിക്കാൻ വേണ്ടി ടൈം മാറ്റി വെക്കണം, കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ ടൈം മാറ്റി വെക്കണം, ഓപ്ഷണൽ പഠിക്കാൻ ടൈം മാറ്റി വെക്കണം. ഉദാഹരണത്തിന് കറണ്ട് അഫയേഴ്സിന് ഒരു 2 മണിക്കൂർ വേണം, ഇപ്പോൾ സ്റ്റാറ്റിക്കിന് ഒരു 2 മണിക്കൂർ വേണം. ഇപ്പോൾ ഓപ്ഷനിൽ 1 മണിക്കൂർ വെച്ചു, 5 മണിക്കൂർ പോയേ, ബാക്കി ഇനി 3 മണിക്കൂറേ ഉള്ളൂ. റിവിഷൻ ഏകദേശം അരമണിക്കൂർ വെച്ചു, 1.5 മണിക്കൂർ റിവിഷന് വേണം. ഇനി പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ വേണം എന്ന് വിചാരിച്ചോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് 7 മണിക്കൂറായി. ഓക്കെ, ഇത് 7 മണിക്കൂറായി. അപ്പോൾ ഒരു ദിവസത്തിൽ 7 മണിക്കൂർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാറ്റിക് പഠിക്കാൻ 2 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ 2 മണിക്കൂറിൽ നിങ്ങൾക്ക് എത്ര പോരെ കണ്ടന്റ് പഠിക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ ആദ്യം നോക്കി വെക്കണം. അതുപോലെ കറണ്ട് അഫയേഴ്സ് എന്തായാലും ഓൾമോസ്റ്റ് ന്യൂസ് പേപ്പർ വായിക്കുക, നോട്ട് മേക്ക് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ 2 മണിക്കൂർ എടുക്കും. ഓപ്ഷണലിന് മിനിമം ഒരു 1 മണിക്കൂറെങ്കിലും കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും 5 മണിക്കൂർ പഠനത്തിൽ തന്നെ പോയി. അതിനുശേഷം റിവിഷൻ ചെയ്യാൻ സമയം വേണം, പ്രാക്ടീസ് ചെയ്യാൻ സമയം വേണം. സോ 7 മണിക്കൂറിൽ നിങ്ങൾക്ക് 2 മണിക്കൂർ, ഈ 2 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ലക്ഷ്മികാന്തിൻ്റെ 4 ചാപ്റ്റേഴ്സ് പോട്ടെ, 2 ചാപ്റ്റേഴ്സ് പോട്ടെ, 1ാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് പഠിച്ച് തീർക്കാൻ പറ്റും. അതിൽ നിന്ന് നോട്ടുകൾ ഉണ്ടാക്കി, ക്രിസ്പായിട്ടുള്ള നോട്ട് ഉണ്ടാക്കി വെക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സോ നിങ്ങൾ വെക്കുന്ന ടാർഗറ്റുകൾ ഭയങ്കര റിയലിസ്റ്റിക് ആയിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ നിങ്ങളുടെ ഗ്രൗണ്ട് റിയാലിറ്റീസ് മനസ്സിലാക്കിയിട്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ള ടാർഗറ്റുകൾ വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ വെക്കുന്ന ടാർഗറ്റുകൾ നിങ്ങൾക്ക് ഡെയിലി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് എന്തൊരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. വിചാരിച്ചോക്കെ ഞാൻ ഇന്ന് കുറച്ചൊരു ടാർഗറ്റ് വെച്ചു, ആ ടാർഗറ്റ് എനിക്ക് രാത്രിയിലേക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി, അത് കംപ്ലീറ്റ് ആയിട്ട് റിവിഷൻ ചെയ്തു, അതുമായി ബന്ധപ്പെട്ട പ്രാക്ടീസ് ചെയ്തു. നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരും അല്ലേ, ഞാൻ ഇന്ന് വിചാരിച്ചതെല്ലാം തീർത്തിട്ടുണ്ട്. സോ ഐ ആം ഓൺ ദ റൈറ്റ് ട്രാക്ക്, ഞാൻ അതിൻ്റെ ശരിയായ പാതയിലാണ് എന്നുള്ളൊരു ഫീലിംഗ് നിങ്ങൾക്ക് വരാൻ വേണ്ടി തുടങ്ങും. സ്വാഭാവികമായിട്ടും വൈകുന്നേരം പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടാൻ വേണ്ടി തുടങ്ങുമ്പോൾ കുറച്ചുകൂടി സന്തോഷങ്ങൾ ഉണ്ടാവും അല്ലേ. രണ്ടാമത്തെ കാര്യം ചെയ്യേണ്ടത് വെച്ചാൽ ഡെയിലി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇന്ന് പഠിച്ചു, ഇന്ന് റിവിഷൻ ചെയ്തു, ഇന്ന് പ്രാക്ടീസ് ചെയ്തു. സോ നമുക്കൊരു റിസൾട്ട് കിട്ടും അല്ലേ. ഞാൻ ഇന്ന് പഠിച്ചു, ഇന്ന് റിവിഷൻ ചെയ്തു, സോ എന്ത് ചെയ്തു, എനിക്ക് കുറച്ച് മാർക്കുകൾ കിട്ടി, കുറച്ച് ചോദ്യങ്ങൾ തെറ്റിപ്പോയി, ഇൻകറക്റ്റ് വന്നിട്ടുണ്ട്, കുറച്ച് കറക്റ്റ് വന്നിട്ടുണ്ട്. സോ എന്താണ് നമ്മുടെ മിസ്റ്റേക്ക് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിനെ നെക്സ്റ്റ് ഡേയിലേക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് ഡേയിലേക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അഡ്വാൻറ്റേജ് എന്താ, നമുക്ക് പിറ്റേ ദിവസം മനസ്സിലായി, ഓക്കെ എൻ്റെ ഒരു പ്രശ്നത്തെ ഞാൻ ഐഡന്റിഫൈ ചെയ്തു, അതിനെ ഞാൻ സോൾവ് ഔട്ട് ചെയ്തു. സോ ഈ ഒരു രീതിയിൽ ഞാൻ ഓരോ ദിവസവും ഇംപ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഓവർ ദ പീരീഡ് ഓഫ് നെക്സ്റ്റ് 300 ഡേയ്സ് എനിക്ക് കാര്യമായിട്ടുള്ള ഒരു ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള
ഒരു രീതിയിലേക്ക് മാറാൻ വേണ്ടി പറ്റും. ഇത് നിങ്ങളുടെ പഠനത്തിലും റിവിഷനിലും എല്ലാം നിങ്ങൾക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഓരോ ദിവസം കഴിയുമ്പോഴും ചെറിയ ചെറിയ ചേഞ്ചസ്, ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവരിക. ഈ ഇംപ്രൂവ്മെന്റ്സ് നിങ്ങൾക്കൊരു ഓവറോൾ കോൺഫിഡൻസ് കിട്ടും. അപ്പോൾ ഓരോ ആഴ്ച കഴിയുമ്പോഴും ഒരു 6 days അല്ലെങ്കിൽ ഒരു ആഴ്ച കഴിയുമ്പോൾ നിങ്ങളൊരു ദിവസം കംപ്ലീറ്റ് റിവിഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ മെയിൻസിന്റെ പ്രാക്ടീസിന് വേണ്ടിയിട്ടും ഓപ്ഷണലിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ വേണ്ടിയിട്ട് ചിലവഴിക്കും. ഒരു കംപ്ലീറ്റ് ഡേ, ആ ഒരു ദിവസം മൊത്തം ആ ഒരു ആഴ്ചയെ അനലൈസ് ചെയ്യാനും നിങ്ങളുടെ ഇമ്പ്രൂവ്മെന്റിനെ വിലയിരുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും ചെയ്യുക. അപ്പോൾ ആ ദിവസത്തിൽ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ആ ഒരു ദിവസത്തിൽ മറ്റ് എന്റർടൈൻമെന്റിനും മറ്റും ഒക്കെ ആയിട്ട് ടൈം കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ എല്ലാ ദിവസവും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും, സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, മുന്നോട്ട് പോകും. അതായത് നമുക്ക് കിട്ടുന്ന ഇന്റേണൽ മോട്ടിവേഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് എന്ന് കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന ആ ഒരു സന്തോഷം, മുന്നോട്ട് പോകാൻ വരുന്ന ആ ഒരു ട്രസ്റ്റ്, അതിനേക്കാൾ വലിയൊരു മോട്ടിവേഷൻ നമുക്ക് വേറൊന്നും കിട്ടാനില്ല. സോ ആ മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ളിൽ നിന്നും നീ നന്നായിട്ട് പോകുന്നുണ്ട്, നീ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ഫീല് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഒരു കൺസിസ്റ്റൻസി ഇല്ല എന്ന് പറയുന്ന ചാലഞ്ചിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടി വരാം. അതിന് ചെയ്യേണ്ട 3 സ്റ്റെപ്പുകളാണ് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്നത്. അപ്പോൾ ചില ആൾക്കാർ കരുതുന്നുണ്ടാവും ഞാൻ ഇതൊക്കെ ട്രൈ ഔട്ട് ചെയ്തതാണ്, എന്നിട്ടും ഒന്നും നടക്കുന്നില്ല, റിയലിസ്റ്റിക് ടാർഗറ്റ് വെച്ചു, പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷെ എന്നാലും നമ്മൾക്ക് കൃത്യമായിട്ട് പഠിക്കുന്നില്ല എന്ന്. അപ്പോൾ ഇവിടെ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളിവിടെ പഠിക്കുന്നതിന് എന്നുള്ളത് നിങ്ങൾ ഒരു സെൽഫ് റെസ്പോൺസിബിൾ ആയിട്ടാണല്ലേ പഠിക്കുന്നത്. നിങ്ങൾ ടാർഗറ്റ് വെച്ചു, എന്നിട്ട് നിങ്ങൾ തന്നെയാണ് അത് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. സോ നിങ്ങൾക്ക് നിങ്ങളോട് എത്രമാത്രം സെൽഫ് റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നതിനനുസരിച്ചിരിക്കും നിങ്ങൾ നിങ്ങളുടെ ടാർഗറ്റ് മീറ്റ് ചെയ്യുന്നുണ്ടോ, വീക്ക്ലി ഷെഡ്യൂളുകൾ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. ബട്ട് ഇൻ കേസ് നിങ്ങൾ വിചാരിക്കുക നിങ്ങളെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരാളുണ്ട് എന്ന് വിചാരിച്ചോ. അപ്പോൾ നിങ്ങൾ വൈകുന്നേരം കംപ്ലീറ്റ് ചെയ്തിട്ട് എന്നെ മോണിറ്റർ ചെയ്യുന്ന ആളോട്, അല്ലെങ്കിൽ നിങ്ങളെ മോണിറ്റർ ചെയ്യുന്ന ആളോട് പറയും ഞാൻ ഇന്ന് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇത്ര ചോദ്യം ചെയ്തിട്ടുണ്ട്, ഇന്നതാണ് തെറ്റിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പുകളും എന്താണ് പ്രശ്നങ്ങളെന്നും ഒക്കെ അഡ്രസ്സ് ചെയ്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളുണ്ടെന്ന് വിചാരിച്ചോ. അത്തരം ഒരാളെയാണ് നമുക്ക് മെന്റർ എന്ന് വിളിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പോകുന്ന ആളാണെങ്കിൽ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓൾറെഡി നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു മെന്റർ ഉണ്ടാവും അല്ലേ. നിങ്ങൾ പഠിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് മാർക്സ് എങ്ങനെയുണ്ട് എന്നൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ സെൽഫ് സ്റ്റഡി ചെയ്യുന്ന ആൾക്കാർക്ക് മിക്കവാറും ഈ ഒരു മെന്റർ എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് ഉണ്ടാവില്ല. അവർ സ്വന്തമായിട്ടായിരിക്കും ശ്രമിക്കുന്നുണ്ടാവുക. സോ സ്വന്തമായിട്ട് ശ്രമിക്കുമ്പോൾ ഈ സെൽഫ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അത്ര സക്സസ് ആവണം എന്നില്ല. കാരണം നമ്മൾ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇടപെടുമ്പോൾ ആ സെൽഫ് റെസ്പോൺസിബിലിറ്റി വരില്ല, നമ്മുടെ ഉത്തരവാദിത്തം പുറകോട്ട് പോകും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു മെന്റർ എന്ന് പറയുന്നതിന് ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള സപ്പോർട്ടിനെ എടുക്കാവുന്നതാണ്. അപ്പോൾ ലേണേഴ്സ് മെന്റർഷിപ്പ് ഫെസിലിറ്റീസ് ഓഫർ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും നിങ്ങളുടെ പരിചയത്തിലുള്ളതോ, നിങ്ങളുടെ സീനിയറോ, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നേ പ്രിപ്പയർ ചെയ്തോ, അല്ലെങ്കിൽ നിങ്ങളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെയോ, നിങ്ങളുടെ ഒരു ബ്രദറിനെയോ അല്ലെങ്കിൽ ഒരു സിസ്റ്ററിനെ വരെ നിങ്ങൾക്കൊരു മെന്ററാക്കി വെക്കാൻ വേണ്ടി പറ്റും. ഇവിടെ മെന്ററിന്റെ റോൾ എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു 2 പേര് സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതാണ്, റൂംമേറ്റ്സ് ആണ് എന്ന് വിചാരിച്ചോ. ഒരുപാട് പേരുണ്ട് സെൽഫ് സ്റ്റഡി ചെയ്യുന്ന ആൾക്കാർ തിരുവനന്തപുരത്ത് പോയിട്ട്. സോ നിങ്ങൾ 2 പേര് റൂംമേറ്റ്സ് ആണെങ്കിൽ ഇന്ന് എൻ്റെ ടാർഗറ്റ് ഇതാണെന്ന് എ ബിനോട് പറയുക, ബി എനോട് പറയുക ഇന്ന് എൻ്റെ ടാർഗറ്റ് ഇതാണ്. എന്നിട്ട് ഈവനിങ്ങിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്പോർട്ട് ചെയ്യുകയാണെന്ന് വിചാരിച്ചോ. ഇന്ന് എനിക്ക് ടാർഗറ്റുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, അത് ഇന്ന കാരണം കൊണ്ടാണ്, എനിക്ക് ഇന്നെങ്ങനെയാണ് മാർക്ക് കിട്ടിയത്, അപ്പോൾ ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നൊരു റിപ്പോർട്ട് ചെയ്യാണ്. സോ അവിടെ ഒരു റെസ്പോൺസിബിലിറ്റി വരും. ഇനി നിങ്ങൾ 2 പേരും കൂടി ഒന്നിച്ച് പഠിക്കാതിരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പരിപാടി പൊളിഞ്ഞു. പക്ഷേ നിങ്ങൾ 2 പേരും പരസ്പരം റെസ്പോൺസിബിൾ ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബ്രദറിനെ നിങ്ങൾ സെറ്റ് ചെയ്യുക, സിസ്റ്ററിനെ സെറ്റ് ചെയ്യുക, എന്നോട് ദിവസവും ചോദിക്കണം, അല്ലെങ്കിൽ സിസ്റ്റർ ദിവസവും സിസ്റ്ററിന് മെസ്സേജ് അയച്ചു കൊടുക്കുക. സോ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു മെന്ററിനെ കണ്ടെത്താൻ വേണ്ടി പറ്റും. അത് ഭയങ്കര കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള വേ ആണ്. കാരണം നിങ്ങളുടെ ആ ഒരു അടുത്തൊരാളാണ്. സോ ഹി വിൽ നോട്ട് ചാർജ് എനിത്തിങ്. സോ വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ വേണ്ടി പറ്റും. ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനെ വേണ്ട, UPSCയിൽ കുറച്ചുകൂടി പ്രാവീണ്യമുള്ള അല്ലെങ്കിൽ സിവിൽ സർവീസ് എക്സാമിനെ കുറിച്ച് ഐഡിയ ഉള്ള, അല്ലെങ്കിൽ സിവിൽ സർവീസ് എക്സാമിന്റെ സബ്ജക്റ്റിന് മേലെ നോളജ് ഉള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസർ ഷീറ്റുകളൊക്കെ നോക്കി നൽകാൻ വേണ്ടി പറ്റുന്ന അത്തരത്തിലുള്ള ഒരു മെന്ററിനെയാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ലേണേഴ്സിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മെന്ററെ കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ഇൻ കേസ് ഞാൻ മെന്റർഷിപ്പ് ഫെസിലിറ്റീസ് ലേണേഴ്സിൽ ഓഫർ ചെയ്യുന്നുണ്ട്. ഇൻ കേസ് എൻ്റെ മെന്റർഷിപ്പ് വേണം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡെയിലി ടാർഗറ്റുകൾ തന്ന് ആ ഡെയിലി ടാർഗറ്റുകൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യാനും നിങ്ങളെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനും നിങ്ങളുടെ മെയിൻസിന് ആൻസർ റൈറ്റിംഗ് ഒക്കെ ചെക്ക് ചെയ്ത്
ചെയ്തിട്ട് നിങ്ങൾക്ക് റിവ്യൂസ് തരാനും ഒക്കെ നിങ്ങൾക്ക് വേണം, അത്തരത്തിലുള്ള ഒരു മെന്റർഷിപ്പ്, വളരെ ക്ലോസ് ആയിട്ടുള്ള, വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മെന്റർഷിപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് അരുൺ ശ്യാം എന്നാണ്. സോ ഞാൻ ലേണേഴ്സിൽ മെന്റർഷിപ്പ് ഓഫർ ചെയ്യുന്നുണ്ട്, ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. സോ എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ 6238529059 എന്നുള്ളതാണ്. അപ്പോൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞുതരും, എങ്ങനെയാണ് പ്രോഗ്രാം പോകുന്നതെന്നൊക്കെ പറഞ്ഞു തരും. ഈ ഒരു പ്രോഗ്രാമിന് ആക്ച്വലി ചാർജ് ചെയ്യുന്നത് ഏകദേശം 16,000 rupees ആണ്. സോ നമ്മൾ ലേണേഴ്സിൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് ഈ ഒരു വർഷം, ഈ ഒരു മെയിൽ 12,000 നമ്മൾ ഈ ഒരു പ്രോഗ്രാം ഓഫർ ചെയ്യുന്നത്. ഒരു വർഷത്തേക്ക് 2025 വേണ്ടിയിട്ടുള്ള 300 days ഡെഡിക്കേറ്റഡ് മെന്റർഷിപ്പ് ആണ്. ഡെയിലി 1-to-1 സപ്പോർട്ടാണ്. അവിടെ ഡെയിലി 1-to-1 സപ്പോർട്ടായിട്ടാണ് വരുന്നത്. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ആ ഒരു മെന്റർഷിപ്പോട് കൂടിയിട്ട് 2025 പ്രിപ്പയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെന്റർഷിപ്പുമായി ബന്ധപ്പെട്ട് ഓർക്കാനുള്ളത്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഒരു മെന്ററെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ധൈര്യത്തോടെ കോൺടാക്ട് ചെയ്യാം. ഐ വിൽ ഹെൽപ്പ് യു.